എത്രയും വേഗം ഈ ഓരോരുത്തരായിട്ട് കണ്ട് മടങ്ങുന്നതിന് വേണ്ടി പോലീസ് ആ ഒരു ക്രമീകരണം ഒരുക്കിയിട്ട് വേഗം 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 കണ്ട് മടങ്ങണമെന്നുള്ള ഒരു അമ്മാമ ഇപ്പോൾ വന്നിട്ടുണ്ട്. മാമ വിഎസിനെ കാണാൻ പോവുകയാണോ? അതെ. എന്ത് എല്ലാം പറയണോ? പിന്നെ ഞാൻ ഇത്ര നേരം നിലവിളിച്ചത് കേട്ടില്ലായിരുന്ന? എന്റെ സഖാവ് ഞങ്ങളെ രാജാവാണ് ലോകത്താ. ഞങ്ങൾ ഇതേപോലെ ഒരു ആളിനെ ഞങ്ങൾ കണ്ടിട്ടില്ലേ മക്കളെ. എനിക്ക് കരയാനുണ്ട്, പറയാനുണ്ട്. ഇതാണ് ആ ഒരു വൈകാരിക പ്രകടനം. എല്ലാ തലത്തിലുള്ളവർക്കും അത്രത്തോളം വൈകാരികമായിരുന്നു വി എസ് എന്നുള്ളതിൻ്റെ ആ ഒരു തെളിവാണ് ആ ഒരു അമ്മാമയുടെ ആ ഒരു പ്രതികരണം. വി എസിനെ അവസാനമായി കാണാൻ പോവുകയാണ്. കേരളത്തിലെ യഥാർത്ഥ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അന്ത്യം നടന്നു. അതോടുകൂടി പ്രസ്ഥാനത്തിന് ദോഷം. വി എസിനെ കാണാൻ പോവുകയാണ്. എന്താ ഒരു ഓർമ്മ? വി എസിനെ പറ്റി നല്ല ഓർമ്മയുണ്ട്. കുറേ പ്രാവശ്യം നേരിട്ട് കാണാനും സംസാരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. പല കാര്യം ആവശ്യങ്ങൾക്കായിരുന്നു. പൊളിറ്റിക്കലായിട്ടും അല്ലാതെ പേഴ്സണലായിട്ടും അല്ലാണ്ട് സംഘടന വയസ്സൊക്കെ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. വി എസിൻ്റെ ഓരോ വാക്കുകളും നമുക്കെന്നും മൂർച്ചയുള്ളത്. നമുക്ക് വികാരങ്ങളെ കുറിച്ച് ഞാനൊരു പാർട്ടി അനുഭാവിയാണ്, പാർട്ടി പ്രവർത്തകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വി എസിൻ്റെ ഓരോ വാക്കുകളും നമുക്ക് എന്താ പറയണ്ടേ, എന്നും നമുക്ക് എന്നും പോരാടാനുള്ള ഒരു ഊർജം തരുന്ന വാക്കുകളാണ് എന്നും ഉണ്ടാവുക. എങ്ങനെ അനുസ്മരിക്കുന്നു? എസ് ജനകീയ നേതാവാണ്. വലിയ ദുഃഖമുണ്ട്. എല്ലാ യാതനകളും വേദനകളും പാർട്ടിക്ക് വേണ്ടി സഹിച്ചാണ്. പാർട്ടി കെട്ടിപ്പടുത്തു. 64 പാർട്ടി സ്പ്ലിറ്റായപ്പോൾ കൂടെ ഇറങ്ങി വന്നിരുന്നു. നേതാവിനെ ഒരിക്കലും വളരെ ഹൃദയവേദകമാണ്. ചെറിയ ഒരു കാലയളവായിരുന്നില്ല വി എസിൻ്റെത്. എങ്ങനെ അനുസ്മരിക്കുന്നു അദ്ദേഹത്തെ? കേരളത്തിൻ്റെ ചരിത്രത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു നേതാവാണ്. കേരളം ഇന്ന് ഈ കാണുന്ന രീതിയിൽ കേരളത്തെ മാറ്റിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച നേതാവാണ്. വി എസിനെ കാണാൻ പോവുകയാണ്. അദ്ദേഹത്തെ പറ്റി പറയാനുള്ളത് ഒരു ഓർമ്മ? നമ്മുടെ നേതാവല്ലേ, പിന്നല്ല വേറെന്താ പറയാ. വി എസിനെ ഓർമ്മിക്കുകയാണ് മാമ. നമ്മൾ ഒരുമിച്ച് കയറിയതാണ് പാർട്ടിക്കകത്ത്, ഒരുമിച്ച് പാർട്ടിക്കകത്ത് കയറിയതാണ്. അതേപോലെ ഞാൻ പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചതാണ്. ഇത് തന്നെയാണ് ജിൽസി പറയാനുള്ളത്. ആ വൈകാരിക പ്രകടനം, അതായത് ആ പഴയ തലമുറയിലുള്ളവർക്കൊക്കെ കണ്ണു നനയാതെ വി എസിനെ പറ്റി ഓർക്കാൻ കഴിയുന്നില്ല. മറ്റ് പലരും പറഞ്ഞതുപോലെ പാർട്ടി കെട്ടിപ്പടിക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച സഖാവ് തന്നെയായിരുന്നു വി എസ്. അതേപോലെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിനെ പറ്റി ഓർക്കാതെ പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. എങ്ങനെ ഓർക്കുന്നു വി എസിനെ? നേതാവ് എന്നുള്ള തരത്തിൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട്, കർഷക തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടും വളരെയധികം ചെറുപ്പത്തിലേ പാടുപെട്ട ഒരു നേതാവാണ്. ഇതേമാതിരി ഒരു നേതാവിനെ കിട്ടാൻ ഇനി അടുത്ത കാലത്തൊന്നും നമുക്ക് ഒരു പ്രതീക്ഷയില്ല. ഈ നഷ്ടം വളരെ വേദനാജനകമാണ്, ദുഃഖകരം. അദ്ദേഹം പറഞ്ഞ പോലെ അടിസ്ഥാന വർഗത്തിന് വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. പാവപ്പെട്ടവരുടെ, തൊഴിലാളികളുടെ, പാവപ്പെട്ടവനെ എപ്പോഴും ഓർക്കുന്ന, പാവപ്പെട്ട കാര്യം എടുത്തു പറയുന്ന മഹാനായ നേതാവ് തന്നെയാണ് വി എസ്. അദ്ദേഹത്തിന് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഞങ്ങൾ പാലക്കാട്ടിൽ നിന്നാണ് വരുന്നത്. എവിടുന്നാ വരുന്നത്? പാലക്കാട്. ഞങ്ങൾ രണ്ടുപേരും പാലക്കാട് നിന്ന് വന്നു. പ്രതികരിച്ച വ്യക്തിയാണ് അദ്ദേഹം. അതെ അതെ. മലമ്പുഴ മൊത്തത്തിൽ മറ്റേ പാലക്കാടിനെ ഒരു പ്രത്യേക ഒരു നെല്ലറ എന്നുള്ള നിലയ്ക്ക് ഒരു പ്രത്യേക പരിഗണന അങ്ങേർക്കുണ്ട്. സ്നേഹം തന്നെ പ്രധാനം. എന്തായാലും ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട് അങ്ങേര് പോയല്ലേ. പിന്നെ നിവൃത്തിയില്ലല്ലോ. എന്തായാലും ശരി, ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇന്നലെ ഇറങ്ങിയതാണ്. ശരി. എങ്ങനെ ഓർക്കുന്നു അദ്ദേഹത്തെ? പാർട്ടി വലുതാക്കി. വി എസ് ആണ് ഈ പാർട്ടി വലുതാക്കി. വി എസിനെ പാർട്ടിയും വലുതാക്കി. എന്താ പറയണ്ടേ? വി എസിനെ പോലെ ഒരാളിഞ്ഞി ഒരു അമ്മേരെ ഉദരത്തിൽ ജനിക്കണം. അങ്ങേരെ പോലെ ഒരാളിഞ്ഞി വരണമെങ്കിൽ അങ്ങേരെ മാറ്റാൻ ആരെക്കൊണ്ടും കഴിയില്ല. അതുപോലെ ഒരാളിഞ്ഞി കിട്ടില്ല. അതായത് ജിൽസി, ഓരോരുത്തരുടെയും അഭിപ്രായം കേൾക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളാണ് വി എസിനെ പറ്റി പറയാനുള്ളത്. ഇങ്ങനെ ഒരു മനുഷ്യന് ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടില്ല എന്നുള്ള അഭിപ്രായം പറയുന്നു. ആ പാർട്ടി കെട്ടിപ്പടുക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ആളാണ് വി എസ് എന്ന് പറയുന്നു. അദ്ദേഹത്തിനോടൊപ്പം പാർട്ടിയിൽ വന്നു എന്ന് പറഞ്ഞ് കണ്ണ് നനയുന്ന ഒരു അമ്മാമ്മയെ കണ്ടു. അങ്ങനെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ ദർബാർ ഹാളിന് പുറത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്രയും വേഗം ഈ ക്യൂ, അതായത് പരമാവധി പേരെ കാണാൻ പറ്റുന്ന രീതിയിൽ ഉള്ള തയ്യാറെടുപ്പുകൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിവേഗം ഈ പൊതുദർശനത്തിന് എത്തിയ പൊതുജനങ്ങളെ വേഗത്തിൽ കാണിക്കുകയാണ്. സാധാരണക്കാർക്ക് ഉള്ള അദ്ദേഹത്തിന്റെ ആ ഒരു അദ്ദേഹം എത്ര
പലരും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവിടെ എത്തി വി എസിനെ കണ്ട് മടങ്ങുന്നത്. പ്രായമായവരും കുട്ടികളും ഒക്കെ അവിടെ എത്തുകയാണ്. പകരം വെക്കാനില്ലാത്ത നേതാവാണ് എന്നാണ് വി എസിനെ കുറിച്ച് അവിടെ എത്തുന്ന എല്ലാവരും പറയുന്നത്. ഇനി ഇതുപോലൊരു നേതാവില്ല എന്നുകൂടി ഇവരും പറയുകയാണ്. വി എസ് അച്യുതാനന്ദൻ ഇനി ഓർമ്മകളിലെ ചുവപ്പ് താരകമാവുകയാണ്. ദർബാർ ഹാളിൽ പൊതുദർശനം ആരംഭിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, എം എ ബേബി, ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെല്ലാവരും തന്നെ ദർബാർ ഹാളിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. അവരാണ് അവിടെ. അദ്ദേഹം ഇപ്പം നമ്മുടെ കൂടെ ഇല്ല. പുതിയ തലമുറ അത് ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. ഇത്തരമുള്ള സഖാവിനെ അവസാനമായി കാണാൻ വേണ്ടി വന്നത്. വി എസിന് പകരം വെക്കാൻ ആരുമില്ല. ഞങ്ങൾ ഹൃദയത്തിൽ അദ്ദേഹത്തിൻ്റെ സ്മരണം നിലനിർത്തും. ഈ പാർട്ടി പ്രസ്ഥാനം ഭൂമിയുള്ളിടം കാലം ഉണ്ടാവും. പുള്ളിക്ക് പകരം വയ്ക്കാൻ വേറൊരാളില്ല. എവിടുന്നാ വരുന്നത്? തിരുവനന്തപുരത്ത്. പാവങ്ങളുടെ ഭർത്താവിനെ കാണാൻ വേണ്ടി വരണം. പഴയവരുന്ന് വന്നതാണ്. വി എസിനെ എങ്ങനെ ഓർക്കുന്നു? അവസാന നിമിഷം ഒരു നിമിഷം ഒന്ന് കണ്ടേ മടങ്ങാൻ കഴിയുമോ? കണ്ടേ മടങ്ങുമോ? അതാണ് ആഗ്രഹം. ജീവിതത്തിൽ അധ്വാനത്തിൻ്റെ വർക്കത്തിന് വേണ്ടി പോരാടിയ ഒരു മനുഷ്യനാണ്. അവസാന നിമിഷം ഒന്ന് കാണണം. എങ്ങനെ ഓർക്കുന്നു? ഞങ്ങളുടെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങേയറ്റം പ്രയത്നിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. പ്രത്യേക അനുഭവം ഉണ്ടോ അങ്ങനെ ഓർമ്മിച്ച് പറയാൻ വേണ്ടി? ഇതേ ഓർമ്മയായിട്ടില്ല, പക്ഷേ അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അത് വളരെ വാസ്തവമാണ്. വി എസിനെ എങ്ങനെ ഓർക്കുന്നു? പണ്ട് മൂന്നാർ സമരമൊക്കെ ഉണ്ടായ സമയത്ത് വി എസ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും അതുപോലെ നിലപാടുകളും ആണ് അദ്ദേഹത്തെ ഓർക്കുന്നത്. ഇഷ്ടമുള്ള നേതാവായിരുന്നു. അതെ അതെ അതെ. പട്ടാമ്പിയിൽ നിന്നാണ് വരുന്നത്. വി എസിനെ കണ്ടേ പോകുന്നുള്ള ഇതിലാണ് വന്നിട്ടുള്ളത്. വി എസിനോടുള്ള ആദരവ് കാരണം ഇന്നലെ ഇടുക്കിയിൽ നിന്ന് വന്നതാണ്. ഇന്നലെ പോകേണ്ടതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടിട്ട് പോകാനായിട്ട് ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്തു. ഇന്നലെ കാണാൻ പറ്റിയില്ല. ഇന്നലെ പോയില്ലായിരുന്നു, മഴയായതുകൊണ്ട്. ഒരുപാട് ഇഷ്ടമാണ്. മന്ത്രി എന്നതിലുപരി നല്ലൊരു മനുഷ്യനും കൂടിയായിരുന്നു. എങ്ങനെ ഓർക്കുന്നു വി എസിനെ? ഞങ്ങൾ ഒരുപാട് ആയിട്ട് ഓർക്കണ പാലക്കാടാണ്. മലമണ്ഡലത്തിൽ പാലക്കാട് നിന്ന് ഒത്തിരി പേര് വന്നിട്ടുണ്ട്. ആൾ വന്നിട്ടുണ്ട്. ബസ് വരാൻ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ആലപ്പുഴക്ക് പോകാൻ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ നല്ലോണം ഓർത്ത് ആ ഒരു സ്പിരിറ്റ് കൊണ്ട് വന്നിരിക്കും.